ഹായ് നമസ്കാരം. വിനീസ് ടൂർണമെന്റ് മറ്റു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. സ്വർണ്ണ മേഖലയിൽ അതിവേഗം കുതിക്കുന്ന ഒരു സ്വർണ്ണക്കടയാണ് അൽ മുത്താദിർ. അൽ മുത്താദിറിനെ കുറിച്ചിട്ട് ഒരുപാട് വാർത്തകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ സൂരജ് പാലാക്കാരൻ എന്ന് പറയുന്ന ഒരു ഓൺലൈൻ മാധ്യമക്കാരൻ ഈ അൽ മുത്താദിർ എന്ന് പറയുന്ന ഈ ഒരു കടയുടെ മുമ്പിൽ പോയി നിന്നിട്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോയിൽ ഈ സൂരജ് പാലാക്കാരൻ പറഞ്ഞത് അള്ളാഹുവിൻ്റെ നാമത്തിൽ തട്ടിപ്പ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഒരു വീഡിയോ ചെയ്തത്. സത്യത്തിൽ ആ ഒരു ഇത് കണ്ടപ്പോഴത്തേക്ക് ഈ പാലാക്കാരനെ ഞാൻ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് അതിനകത്തേക്ക് ദൈവത്തെ കലർത്തുന്നതെന്ന് ചോദിച്ച് ഞാനും അയാളും തമ്മിൽ നല്ല രീതിയിലൊരു വഴക്കൊക്കെ ഉണ്ടായി. അതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ഇത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ അൽ മുത്താദിർ സ്വർണ്ണക്കട അതിവേഗം എല്ലാ സംസ്ഥാനങ്ങളിലും രാജ്യത്തിന് പുറത്തും ഒക്കെ വലിയ രീതിയിലുള്ള ഒരു പ്രചാരം നേടുന്ന ഒരു സ്ഥാപനമാണ്. ഇതിൻ്റെ മുതലാളിയായിട്ടുള്ള ഡോക്ടർ മൻസൂർ എന്നാണ് പറയുന്നത്. ഇദ്ദേഹത്തെ പല പ്രാവശ്യവും ഞാൻ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചു, പക്ഷേ അദ്ദേഹം നമുക്ക് അതിന് റിപ്ലൈ തന്നിട്ടില്ല. അപ്പോൾ എന്താണെങ്കിലും ഇപ്പോൾ വരുന്ന ഈ അൽ മുത്താദിറിന്റെ ചില വാർത്തകൾ കേൾക്കുമ്പോൾ സത്യത്തിൽ നമുക്കും എന്തൊക്കെയോ കുഴപ്പങ്ങൾ ഉള്ളതായിട്ടാണ് തോന്നുന്നത്. കാരണം ഇത് അൽ മുത്താദിർ എന്ന് പറയുന്നു, അതിൻ്റെ പേരിൽ കുറെ ബ്രാഞ്ചസ് ഇവർ തുടങ്ങുന്നു. ഇതെല്ലാം മുസ്ലിം പേരുകൾ ഇട്ടുകൊണ്ടാണ് ഇവരെല്ലാം ഇതിനെയൊക്കെ ചൂഷണം ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഈ ഇദ്ദേഹത്തിന്റെ വേഷവിധാനത്തിലും നല്ല മുസ്ലിമായിട്ടുള്ള ഒരു വേഷമാണ്. പണിക്കൂലി ഇല്ലാതെ സ്വർണം കസ്റ്റമർക്ക് കൊടുക്കുന്നു. അപ്പം അതറിഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ അവിടെ വരുന്നു. ചെറുകിട കച്ചവടക്കാർക്കൊന്നും കച്ചവടം ഇല്ലാതാവുന്നു. അപ്പം നമ്മൾ ആദ്യം വിചാരിച്ചത് ഈ ഇങ്ങനെ കച്ചവടം ഇല്ലാതാകുമ്പോഴത്തേക്ക് അവർ ഈ അൽ മുത്താദിറിനിട്ട് കൊടുക്കുന്ന പണിയാണ് എന്നൊക്കെയാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വീണ്ടും ഈ അൽ മുത്താദിർ ഈ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഈ ഒരു സ്വർണ്ണ വ്യാപാരി വീണ്ടും മാധ്യമങ്ങളിൽ ചർച്ച വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ഈ ജേർണലിസ്റ്റ് എന്ന് പറയുന്ന ഒരു ഓൺലൈൻ ചാനലിനകത്ത് കണ്ടിരുന്നു. അതായത് ഈ അൽ മുത്താദിറിന്റെ ഓണർ അവിടുത്തെ തൊഴിലാളികളോടൊക്കെ അള്ളാഹുവിൻ്റെ നാമം പറഞ്ഞുകൊണ്ട് അവരെ എന്താ പറയുക ബ്ലാക്ക്മെയിൽ ചെയ്യുന്നു. നിങ്ങൾ പണിയെടുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. കാരണം ഇതിൻ്റെ സത്യാവസ്ഥയും നിജസ്ഥിതി അറിയാൻ വേണ്ടിയാണ് നമ്മൾ ഇദ്ദേഹത്തെ പല പ്രാവശ്യം ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ട് നമുക്ക് റിപ്ലൈ തന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു വാർത്ത അത് വളരെ പ്രസക്തമാണ്. കാരണം ഇദ്ദേഹം പറയുന്ന 2-3 കാര്യങ്ങളോട് നമുക്ക് യോജിക്കാതിരിക്കാൻ പറ്റത്തില്ല. എന്തിനാണ് ഒരു മതത്തിന്റെ ലേബൽ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ നാമത്തിൽ അല്ലെങ്കിൽ പരിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട് വരുന്ന അതിനകത്ത് ചില പേരുകൾ എടുത്തുകൊണ്ട് ഇങ്ങനത്തെ സ്ഥാപനങ്ങൾ തുടങ്ങിയിട്ട് ആൾക്കാരെ പറ്റിക്കാൻ അല്ലെങ്കിൽ വിശ്വാസത ഏറ്റവും കൂടുതൽ നേടിയെടുത്തുകൊണ്ട് അതിലൂടെ ഒരു പറ്റിച്ച് കാശുണ്ടാക്കാനായിട്ടുള്ള ഒരു ശ്രമമാണോ ഇവരൊക്കെ നടത്തുന്നതെന്ന് നമുക്കിപ്പോൾ തോന്നിപ്പോവാറുണ്ട്. സ്വാഭാവികമാണ്. എന്തായാലും ഈ വീഡിയോ ഒന്ന് കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അൽ മുക്താദിർ ജ്വല്ലറി ഗ്രൂപ്പിൽ ഇൻകം ടാക്സിന്റെ ഒരു റെയ്ഡ് നടക്കുന്നു. 380 കോടിയോളം രൂപയുടെ നികുതി വെട്ടിപ്പ് അൽ മുക്താദിർ ജ്വല്ലറി ഗ്രൂപ്പ് നടത്തിയെന്ന് അവർ കണ്ടെത്തുന്നു. അതിന് പിഴയടയ്ക്കാൻ പറയുന്നു. അതിന് അൽ മുക്താദിർ ജ്വല്ലറി ഗ്രൂപ്പ് പിഴയടയ്ക്കുന്നില്ല. ഉടനെ തന്നെ അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്യുന്നു. തുടരന്വേഷണത്തിലേക്ക് ഏജൻസികൾ കടക്കുന്നു. നിയമപരമായി ഇതിനെ നേരിടാൻ അൽ മുക്താദിർ ഗ്രൂപ്പും അതിന്റെ ഉടമ ഡോക്ടർ മുഹമ്മദ് മൻസൂർ അബ്ദുൽ സലാമും മറുവശത്തും നിൽക്കുന്നു. ഇതാണ് ഉണ്ടായ സാഹചര്യം. ഇതിനെ തുടർന്നാണ് അൽ മുക്താദിർ ജ്വല്ലറി ഗ്രൂപ്പിനെതിരെ വലിയ തോതിലുള്ള പ്രചാരണങ്ങൾ നടക്കുന്നത്. ഇത് മാധ്യമങ്ങളിൽ അൽ മുക്താദിർ ജ്വല്ലറി ഗ്രൂപ്പ് പണം തിരിച്ചു കൊടുക്കുന്നില്ല എന്നും അതുപോലെ തന്നെ ആളുകൾ പറ്റിക്കപ്പെട്ടു എന്നും അല്ലെങ്കിൽ നിക്ഷേപകർക്ക് പറഞ്ഞ സമയത്ത് പണം തിരിച്ചു കിട്ടിയിട്ടില്ല എന്നും ഒക്കെ വാർത്തകൾ വന്നിരുന്നു. നമ്മളും ആ വാർത്ത ചെയ്തിരുന്നു. എന്ന് മാത്രമല്ല സോഷ്യൽ മീഡിയയിൽ നിരവധി പേർ ഒരു വീഡിയോ രൂപത്തിൽ തങ്ങളുടെ പ്രതികരണങ്ങളൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ സംഭവങ്ങൾ ഇങ്ങനെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിനിടയിൽ ഞാൻ കഴിഞ്ഞ ദിവസം ഈ അൽ മുക്താദിർ ജ്വല്ലറി ഗ്രൂപ്പ് ഉടമ മുഹമ്മദ് മൻസൂർ അബ്ദുൽ സലാം നടത്തിയ ഒരു ഓഡിയോ ക്ലിപ്പ് പുറത്തുവിട്ടുകൊണ്ട് പറഞ്ഞു, നിങ്ങളൊരു യഥാർത്ഥ ഇസ്ലാം വിശ്വാസിയാണെങ്കിൽ ഇങ്ങനെ ചെയ്യരുത് എന്ന്. അതായത് എനിക്ക് അദ്ദേഹത്തോടുള്ള എതിർപ്പ് എന്ന് പറയുന്നത് അദ്ദേഹം തട്ടിപ്പ് നടത്തുന്നു, അല്ലെങ്കിൽ അദ്ദേഹം പണം തിരിച്ചു കൊടുക്കുന്നില്ല, നിക്ഷേപകർക്ക് പണം തിരിച്ചു കൊടുക്കുന്നില്ല, നിക്ഷേപകരെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നു, ഭയപ്പെടുത്തുന്നു. കാരണം അവർക്ക് പണം കിട്ടാതെ ആളുകൾ ഭയപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതൊക്കെ ഒരു വശത്ത്, അതിനൊക്കെ എതിരെ നടപടി ഉണ്ടാകണം, അതിനൊക്കെ എതിരെ ഞാൻ സംസാരിക്കും, അതൊക്കെ പരിഹരിക്കപ്പെടുകയും വേണം. പക്ഷെ അതിനപ്പുറത്തേക്ക് എന്നെ വല്ലാതെ പ്രകോപിപ്പിച്ചൊരു കാര്യം, ഇദ്ദേഹം അള്ളാഹുവിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് തൻ്റെ ജീവനക്കാർക്ക് അയച്ചൊരു ഭീഷണി രൂപത്തിലുള്ള ഒരു ഓഡിയോ ആണ്. അള്ളാഹു കോപിക്കും, നിങ്ങൾ പണിക്ക് പോകുമോ? അപ്പോൾ അള്ളാഹുവിൻ്റെ പേരൊക്കെ പറഞ്ഞ് ഇയാൾ ഭീഷണിപ്പെടുത്തുന്നത് തെറ്റാണ്. എന്ന് മാത്രമല്ല ഒരു യഥാർത്ഥ ഇസ്ലാം വിശ്വാസി ഒരിക്കലും ആളുകളെ പറ്റിക്കില്ല, നികുതി അടയ്ക്കാതിരിക്കില്ല, സർക്കാർ സംവിധാനങ്ങളോട് മുഖം തിരിക്കില്ല. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് നിയമപരമായി പലിശരഹിതമായി ഒക്കെ മുന്നോട്ട് പോകുന്ന യഥാർത്ഥ ഇസ്ലാമിന് ചീത്തപ്പേരുണ്ടാക്കുകയാണ് ഇയാൾ. അല്ലെങ്കിൽ ഇയാൾ അൽ മുക്താദിർ എന്ന് പറഞ്ഞ ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു. പിന്നെ അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആനിൽ പറയുന്ന കുറേ പേരുകളൊക്കെ ഇട്ട് കുറേ കടകൾ തുടങ്ങുന്നു. അതൊക്കെ ഇസ്ലാമികമാണ് എന്ന് വിശ്വസിപ്പിച്ച് അയാൾ മുന്നോട്ട് പോകുന്നതിനിടയിൽ
ഈ ടാക്സ് അടയ്ക്കാതിരിക്കുക, നികുതി വെട്ടിപ്പ് നടത്തുക, അല്ലെങ്കിൽ ആളുകളുടെ പൈസ വാങ്ങിച്ചിട്ട് തിരിച്ചു കൊടുക്കാതിരിക്കുക, വിവാഹമടക്കമുള്ള പല ചടങ്ങുകൾക്കും വേണ്ടി സ്വർണം എടുക്കാൻ വേണ്ടി നിക്ഷേപിച്ച ആളുകളാണ്. അവർക്ക് ഒരു നിമിഷം പോലും താമസം വരുത്താതെ പൈസ കൊടുക്കണം. താങ്കൾ ഒരു ഇസ്ലാമിക ജീവിതം നയിക്കുന്നയാളെങ്കിൽ, ഒരു യഥാർത്ഥ ഇസ്ലാമാണെങ്കിൽ മറ്റുള്ളവരെ ദ്രോഹിക്കരുത്. അതിലാണ് എനിക്ക് ഈ അൽ-മുഖ്താദിർ മുതലാളിയുമായിട്ട് വലിയ ദേഷ്യമുള്ളത്. പക്ഷേ ഇതിനിടയിൽ മറ്റ് ഒരു വലിയ വാദം ഉയർന്നു വരുന്നുണ്ട്. അതേക്കുറിച്ചാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അതായത് പലരും എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇട്ട കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാനും അതേക്കുറിച്ച് ചിന്തിച്ചു. അതായത് ഈ അൽ-മുഖ്താദിർ ജ്വല്ലറി ഗ്രൂപ്പ് എന്ന് പറയുന്നത് 6 വർഷമായി ഈ മേഖലയിൽ ഇതുപോലെ പോകുന്ന ഒരു സ്ഥാപനമാണ്. എന്ന് വെച്ചാൽ കഴിഞ്ഞ 6 വർഷമായിട്ട് ഞങ്ങൾക്ക് പണിക്കൂലി വേണ്ട, പണിക്കൂലി ഇല്ലാതെ മറ്റ് ജ്വല്ലറികളെക്കാൾ വളരെ കുറഞ്ഞ നിരക്കിൽ ഞങ്ങൾ സ്വർണം നൽകും, സ്വർണ്ണ വിലയാണ് സ്വർണ്ണാഭരണത്തിന് എന്ന മട്ടിലാണ് ഇവർ വിൽക്കുന്നത്. അപ്പോൾ അവിടെ ചെല്ലുന്നൊരു ഉപഭോക്താവിനെ സംബന്ധിച്ച് സ്വർഗമാണ്. അവർ വിൽക്കുന്ന സ്വർണം വ്യാജ സ്വർണ്ണമാണെന്ന് ഇതുവരെ ആരും കണ്ടെത്തിയിട്ടില്ല, ഒരു ഏജൻസിയും കണ്ടെത്തിയിട്ടില്ല. പക്ഷേ അവർ വിൽക്കുന്ന സ്വർണം മറ്റ് സ്വർണ്ണക്കടകളിൽ എടുക്കില്ല എന്ന് മറ്റ് സ്വർണ്ണക്കടക്കാർ പറഞ്ഞിട്ടുണ്ട്. അതിന് കാരണം എന്താണ്? അൽ-മുഖ്താദിർ ജ്വല്ലറി ഗ്രൂപ്പുകാർ പണിക്കൂലി കുറച്ച് പണിക്കൂലി ഇല്ലാതെ സ്വർണ്ണാഭരണങ്ങൾ കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ ഈ ഭീമയും കല്യാണും ജോസ്കോയും ആലുക്കാസും എല്ലാവരും പെട്ടു. കാരണം ഒരു നെക്ലേസിന് കല്യാൺ ജുവല്ലേഴ്സിൽ 50,000 രൂപയാണെങ്കിൽ അത് പണിക്കൂലി കൂടി ചേർത്തുള്ള പൈസയാണ്. അതേ സാധനം 35,000 രൂപയ്ക്ക് പണിക്കൂലി ഇല്ലാതെ അൽ-മുഖ്താദിറിൽ കിട്ടും. അങ്ങനെ വരുമ്പോൾ ജനങ്ങൾ എങ്ങോട്ടാണ് പോവുക? അൽ-മുഖ്താദിറിലേക്ക്. അതായിരുന്നു ഇവരുടെ ഒരു ബിസിനസ് തന്ത്രം. അപ്പോൾ അങ്ങനെ അൽ-മുഖ്താദിർ വളരെ വേഗത്തിൽ പടർന്ന് പന്തലിച്ചു. വലിയ തോതിൽ സ്വർണ്ണാഭരണങ്ങൾ കച്ചവടം ചെയ്തു. ഈ പറയുന്ന പരമ്പരാഗത ബിസിനസ്സുകാർക്കൊക്കെ വലിയ തിരിച്ചടിയായി അൽ-മുഖ്താദിർ വന്നു. അങ്ങനെ അൽ-മുഖ്താദിറിനെതിരെ പെയ്ഡായിട്ട് ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ എതിരെ വാർത്തകൾ ചെയ്യിച്ചിട്ടുണ്ട്. അതായത് അൽ-മുഖ്താദിറിനെതിരെ വ്യാജ പ്രചാരണങ്ങൾ ഓൺലൈനിലൂടെ പലതും വന്നിട്ടുണ്ട്. പക്ഷേ അൽ-മുഖ്താദിർ ഗ്രൂപ്പ് അതിനെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോവുകയായിരുന്നു. അതിനിടയിലാണ് ഇൻകം ടാക്സിന്റെ റെയ്ഡ് വരുന്നത്. അതോടുകൂടി അൽ-മുഖ്താദിർ ഗ്രൂപ്പ് നടത്തിയ തട്ടിപ്പുകൾ പുറത്തു വന്നു. അപ്പോൾ അൽ-മുഖ്താദിർ ചെയ്യുന്നതെല്ലാം സത്യമാണ്, അവർ പറയുന്നതൊക്കെ ശരിയാണെന്നല്ല ഞാൻ പറയുന്നത്. ഇതിന്റെ മറ്റൊരു വശം ചർച്ചയാക്കുകയാണ്. ഇപ്പോൾ അൽ-മുഖ്താദിർ ജ്വല്ലറി ഗ്രൂപ്പ് മറ്റ് ജ്വല്ലറി ഗ്രൂപ്പുകളെയൊക്കെ പിന്തള്ളി ബിസിനസ്സിൽ നമ്പർ 1 സ്ഥാനത്തേക്ക് അതിവേഗത്തിൽ കുതിക്കുന്നത് കൊണ്ട് മറ്റ് സ്വർണ്ണാഭരണ വ്യാപാരികൾ കൊടുത്ത പണിയാണോ ഇത് എന്നൊരു ചർച്ച സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഉടമ ഡോക്ടർ മുഹമ്മദ് മൻസൂർ അബ്ദുൽ സലാം എന്ന് പറയുന്ന വ്യക്തി ഒളിവിൽ പോയിട്ടില്ല. അയാൾ മറുപടി കൊടുക്കാതിരിക്കുന്നില്ല, അയാൾ എവിടെ നിന്നും മാറിയിരിക്കുന്നില്ല. പക്ഷേ അയാൾ പൈസ തിരിച്ചു കൊടുക്കുന്നില്ല. അത് ക്രൈമാണ്, അത് കുറ്റകൃത്യമാണ്, അനിസ്ലാമികമാണ്, പാവങ്ങളുടെ പൈസയാണ്. ചോരയും നീരും ഉപയോഗിച്ച് സമ്പാദിച്ച തുട്ടുകൾ ചേർത്ത് വെച്ച് മകളുടെ വിവാഹത്തിനൊക്കെ സ്വർണം വാങ്ങിക്കാൻ വേണ്ടി നിങ്ങളെ വിശ്വസിച്ച് കടയിൽ ഏൽപ്പിച്ചവരാണ് പൈസ തന്നത്. അവരെ പറ്റിക്കരുത്, അത് വൃത്തികേടാണ്, അത് ചെയ്യരുത്. അതിനോട് എനിക്ക് വലിയ വിയോജിപ്പുമുണ്ട്. പക്ഷേ ഈ മുഹമ്മദ് മൻസൂർ അബ്ദുൽ സലാം നേരിട്ട് ജനങ്ങളോട് വീഡിയോയിലൂടെയൊക്കെ സമ്മതിക്കുന്നുണ്ട്. അത് തട്ടിപ്പുകാരുടെ ലക്ഷണമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. വലിയ അതായത് ഈ അൽ-മുഖ്താദിർ 100% പണിക്കൂലി ഇല്ലാതെ സ്വർണം കൊടുക്കുന്നു, അതായത് കസ്റ്റമർക്ക് സ്വർണം കൊടുക്കുന്നു. അപ്പോൾ ഇത് കണ്ടിട്ട് ഈ കരുനാപ്പള്ളി മേഖലയിൽ ഉള്ള ആദ്യം തുടങ്ങുന്ന അവിടെയാണ്, കരുനാപ്പള്ളി മേഖലയിലായിട്ട് ബന്ധപ്പെട്ട് അവിടുത്തെ ചെറുകിട സ്വർണ്ണക്കടക്കാരും അത്യാവശ്യം കുറച്ച് റിച്ചായിട്ട് നിൽക്കുന്ന സ്വർണ്ണക്കടക്കാരെല്ലാം അൽ-മുഖ്താദിർ എന്ന് പറയുന്ന ഈ ഗ്രൂപ്പിനെതിരെ തിരിഞ്ഞിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സൂരജ് പാലക്കാരൻ, അതുപോലെ തന്നെ ഈ മറുനാടൻ വ്യാജന പോലുള്ള ചില വൃത്തികെട്ട ഓൺലൈൻ മാധ്യമങ്ങളിലൊക്കെ കുറേ തെറ്റായിട്ടുള്ള വാർത്തകൾ വന്നത്. ആ സമയത്തെല്ലാം നമ്മൾ ഈ അൽ-മുഖ്താദിറിൻ്റെ അവിടുത്തെ ഒരു ആളുമായിട്ട് നമ്മൾ ബന്ധപ്പെടുകയും അവരെ നമ്മൾ വിളിക്കുകയൊക്കെ ചെയ്തിരുന്നു. അവരങ്ങനെ അത്തരത്തിലുള്ള ഒരു എന്താ പറയുക കംപ്ലൈൻറ്റും നമ്മളടുത്ത് പറഞ്ഞിട്ടുമില്ല. അവിടുത്തെ കസ്റ്റമറിൻ്റെ ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരിൽ നമ്മൾ ബന്ധപ്പെടുകയും അവർക്കൊക്കെ ഈ സ്വർണം അത് 100% സത്യസന്ധമായിട്ടുള്ള സ്വർണ്ണമാണ്. അങ്ങനെ കേരളത്തിൽ അങ്ങനെ തട്ടിപ്പ് നടത്തി സ്വർണ്ണ വ്യാപാരമൊന്നും നടത്താൻ ഇവിടെ അനുവദിക്കത്തില്ലെന്ന് നമുക്കറിയാം. എന്നാൽ ഇപ്പോൾ വരുന്ന ഈ ചില വാർത്തകളിൽ ഉള്ള ചില വിഷയങ്ങൾ, അതായത് അൽ-മുഖ്താദിർ എന്ന് പറയുന്ന ഇവർ അമിതമായിട്ട് അല്ലെങ്കിൽ അനാവശ്യമായിട്ട് മതത്തെ അതിനകത്തേക്ക് വലിച്ചഴക്കുകയും അല്ലെങ്കിൽ മതത്തിൻ്റെ സിമ്പലൊക്കെ വെച്ചുകൊണ്ട് അതിൻ്റെ MD ആയിട്ടുള്ള ഈ പറയുന്ന മൻസൂർ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ഒരു വീഡിയോയുമായിട്ട് ഇന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയത്. അപ്പം ഇത്തരത്തിലുള്ള പ്രവണതകൾ മാറ്റണം. കാരണം മതത്തെ പിടിച്ചുകൊണ്ട് ഈ ഒരു സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാൻ പാടില്ല. ബിസിനസ് ചെയ്യുമ്പോഴത്തേക്ക് ബിസിനസ്സിൻ്റെതായിട്ടുള്ള രീതിയിൽ ചെയ്യുക. അതായത് അദ്ദേഹത്തിൻ്റെ വിശ്വാസപ്രകാരം പണിക്കൂലി വാങ്ങിച്ചോ വാങ്ങിക്കാതെയോ പലിശ ഇല്ലാതെയോ പലിശ കൊടുത്തോ ഒക്കെ ചെയ്യാനായിട്ടുള്ള സ്വാതന്ത്ര്യം പുള്ളിക്കുണ്ട്. പക്ഷേ അമിതമായി ഇതിനകത്തേക്ക് മതത്തെ വലിച്ചഴിച്ചുകൊണ്ട് മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പ്രവണത ചെയ്യാൻ പാടില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. ഈ അഭിപ്രായത്തോട് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കമൻറ്റുകൾ അറിയിക്കുക. അടുത്തൊരു വീഡിയോ കാണാം. അതുവരേക്കും എല്ലാവർക്കും